സോ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസ് ലോ ആണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസ് ലോയിൽ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസസ് ആയിരിക്കും. സോ ഇതുപോലെ ഒരു കണ്ടക്ടർ മൊത്തത്തിൽ ചാർജ് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഷീറ്റ് മൊത്തത്തിൽ ചാർജ് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഷെല്ല്, ഒരു സ്ഫെറിക്കൽ ഷെല്ല് മൊത്തത്തിൽ ചാർജ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ആ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണം ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്താൻ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലോ ആണ് ഗോസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ആ ഗോസ് ലോ ഉപയോഗിച്ചുകൊണ്ട് ഓരോ പോയിന്റിലെയും ഓരോ ആളുകൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്താൻ പോവുകയാണ്. ഞാൻ ആദ്യം പറയട്ടെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 സ്റ്റെപ്പ് വഴി നമുക്ക് ഈ പ്രൂഫ് മീൻസ് ഈ ആപ്ലിക്കേഷൻസ് നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 സ്റ്റെപ്പുകൾ. അപ്പോൾ ഗോസ് എല്ലാം ഈ പറയുന്ന ഇനി 3 ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിക്കാം. ആ 3 ആപ്ലിക്കേഷനിലും പൊതുവായിട്ടുള്ള കാര്യമാണ്. സോ ഇത് ഓർത്ത് വെക്കുക. എന്താണെന്ന് ചോദിക്കുമ്പോൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസ് ലോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പിൽ 4 സ്റ്റെപ്പാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് കൺസിഡർ എ ഗോസിയൻ സർഫസ്. കൺസിഡർ എ ഗോസിയൻ സർഫസ്. ഈ ഗോസിയൻ സർഫസ് വരച്ചിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെയും ഏരിയ വെക്ടറിന്റെ ഒക്കെ ഡയറക്ഷൻ വരച്ച് കാണിക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്. So this is step 1. Then step 2. Find the value of closed integral E dot ds. Second step is find the value of closed integral E dot ds. Then step 3. Find total charge. Total charge Q. Then step 4. Apply Gauss law and put values of closed integral E dot ds and total charge. ഈ 4 സ്റ്റെപ്പ് വഴി നമുക്ക് ഗോസ് ലോ വളരെ എളുപ്പത്തിൽ ആപ്ലിക്കേഷൻസ് പഠിക്കാൻ സാധിക്കും. ആദ്യം കൺസിഡർ എ ഗോസിയൻ സർഫസ്, ദെൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ക്ലോസ്ഡ് ഇന്റഗ്രൽ E dot ds. സ്റ്റെപ്പ് 3 ഫൈൻഡ് ടോട്ടൽ ചാർജ്. സ്റ്റെപ്പ് 4 അപ്ലൈ ഗോസ് ലോ ആൻഡ് പുട്ട് വാല്യൂസ് ഓഫ് ക്ലോസ്ഡ് ഇന്റഗ്രൽ E dot ds ആൻഡ് ടോട്ടൽ ചാർജ്. ഈ ഒരു 4 സ്റ്റെപ്പുകൾ നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഗോസ് ലോയുടെ ആപ്ലിക്കേഷൻസ് നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. ഓക്കെ, വളരെ എളുപ്പത്തിൽ പരിചയപ്പെടാൻ സാധിക്കും. അപ്പൊ ഒന്നാമത്തെ ആപ്ലിക്കേഷനിലേക്ക് ഇരിക്കാം. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണേ. ഓക്കെ, ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. സോ ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് ലോ നമ്മൾ ആദ്യത്തെ ആളെ പരിചയപ്പെടാൻ പോവുകയാണ്. ഈ ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് ലോയ്ക്കകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്തിയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ളത്. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ലൈൻ ചാർജ്. സോ എന്റെ കയ്യിൽ ഒരു ലൈൻ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. കണ്ടക്ടറിൽ മൊത്തം ചാർജ് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ചാർജ് ആണ് കൊടുത്തിരിക്കുന്നത് വിചാരിക്കുക. മൊത്തം പോസിറ്റീവ് ചാർജ് ആണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു കണ്ടക്ടറാണെന്ന് വിചാരിക്കുക. ഒരു 50 മീറ്റർ നീളമുള്ള അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ലോങ് കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. മൊത്തത്തിൽ പോസിറ്റീവ് ചാർജ് കൊടുത്തിരിക്കുക. അപ്പൊ അതിന്റെ ടോട്ടൽ ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോ ചാർജും പോയി നോക്കി കണ്ടുപിടിച്ച് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, അവിടെ നമ്മളൊരു പുതിയ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ that is total charge by total length. Total charge by total length. അപ്പൊ ഈ ലീനിയർ ചാർജ് ഡെൻസിറ്റി ഉണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി, ലീനിയർ ചാർജ് ഡെൻസിറ്റി ഉണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാനായിട്ട് ലീനിയർ ചാർജ് ഡെൻസിറ്റിയും ടോട്ടൽ ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാം. സോ വാട്ട് ഈസ് ലീനിയർ ചാർജ് ഡെൻസിറ്റി? ഇറ്റ് ഈസ് എ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പൊ യൂണിറ്റ് ലെങ്തിലെ ചാർജിനെയാണ് നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ് ലെങ്തിലെ ഉണ്ടെങ്കിൽ 50 യൂണിറ്റ് ലെങ്തിലെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 മീറ്റർ ലെങ്തിൽ ചാർജ് ഉണ്ടെങ്കിൽ 50 മീറ്റർ ലെങ്തിൽ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. സോ ഇപ്പൊ 1 മീറ്റർ ലെങ്തിൽ
1 meter ലെങ്തിൽ 50 കൂളോം ചാർജ് ഉണ്ടെങ്കിൽ 10 meter ലെങ്തിൽ എത്രയാണെന്ന് ചോദിച്ചാൽ 50 into 10 യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസ് നമ്മൾ പറയുന്നത് 50 into 10. അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. അതായത് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. യൂണിറ്റ് ലെങ്തിലെ ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ലെങ്തിലെ ചാർജ് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ റെപ്രസെന്റ് ലാംഡ വെച്ചാൽ ലാംഡ ഇസിക്കൽ ടോട്ടൽ ചാർജ് ബൈ ലെങ്ത്. അപ്പൊ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ലാംഡയും എല്ലും കൂടെ എന്ത് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ സാധി യൂണിറ്റ് ലെങ്തിലെ ചാർജ് ഇൻറ്റു ടോട്ടൽ ലെങ്ത്. അപ്പൊ നമുക്ക് ടോട്ടൽ ചാർജ് കിട്ടും. അപ്പൊ അതുപോലെ ഉണ്ട് സർഫസിലാണ് ചാർജ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ഏരിയയിലാണ് ചാർജ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ പുതിയൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടേമിനെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ടോട്ടൽ ചാർജ് ബൈ ഏരിയ. ഇനി ഒരു വോളിയത്തിലാണ് ചാർജ് കൊടുത്തിരിക്കുന്നതെങ്കിൽ റോ എന്ന് പറയും. ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി or ഏരിയ ചാർജ് ഡെൻസിറ്റി, then next one റോ, വോളിയമെട്രിക് ചാർജ് ഡെൻസിറ്റി, that is ചാർജ് പെർ യൂണിറ്റ് വോളിയം. ഉണ്ടെങ്കിലുള്ള ഗുണം എന്താ? ചാർജ് പെർ യൂണിറ്റ് വോളിയം ഉണ്ടെങ്കിൽ ടോട്ടൽ വോളിയത്തിലെ ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ടെങ്കിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ടെങ്കിൽ ആ യൂണിറ്റ് ലെങ്തിലെ ചാർജ് ലാംഡയെ എൽ കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ടോട്ടൽ ചാർജ് കിട്ടും. ചാർജ് പെർ യൂണിറ്റ് ഏരിയ, സർഫസ് ചാർജ് ഡെൻസിറ്റി, ഈ വാല്യൂ ഉണ്ടെങ്കിൽ അതിന് ടോട്ടൽ ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ ചാർജ് കിട്ടും. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത് ഇവിടുത്തെ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ലാംഡയാണ്. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ലാംഡയാണ്. ഓക്കെ, ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ലാംഡയാണ്. ഇനി ഈ കണ്ടക്ടറിന്റെ ആക്സിസിൽ നിന്നും r ഡിസ്റ്റൻസ് അകലത്തില് ഒരു പോയിന്റ് ഉണ്ട്. and that point is P. ഈ P എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ആ P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് കണ്ടെത്തേണ്ടത്. P എന്നൊരു പോയിന്റ് ഉണ്ട്. P എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് കണ്ടെത്തേണ്ടത്. ഗോസ് ലോയുടെ ഫസ്റ്റ് നമ്മൾ ഗോസ് ലോ ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഗോസ് ലോയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അറിയാം, നമുക്കറിയാം. സ്റ്റെപ്പ് 1 ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യുക. കൺസിഡറിംഗ് ഗോസിയൻ സർഫസ്. കൺസിഡറിംഗ് ഗോസിയൻ സർഫസ് ആൻഡ് മാർക്കിംഗ് ദ വാല്യൂ ഓഫ് E and PS. സോ എന്റെ ഇവിടുത്തെ ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് ഇതൊരു ലൈൻ ചാർജ് ആണ്. ഒരു ലൈനിൽ മൊത്തത്തിലാണ് ചാർജ് കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഗോസിയൻ സർഫസ് ഒരു സിലിണ്ടർ ആണ്. R റേഡിയസ് ഉള്ള ഒരു സിലിണ്ടർ ആണ് എന്റെ ഗോസിയൻ സർഫസ്. P എന്ന പോയിന്റ് ഉൾപ്പെടുന്ന രീതിയിൽ ഇവിടെ R ഡിസ്റ്റൻസ് ആണ്. സോ ഇവിടെയും R ഡിസ്റ്റൻസ്. ഞാനൊരു സിലിണ്ടർ കൺസിഡർ ചെയ്യുന്നു. and this cylinder is my Gaussian surface. ഈ സിലിണ്ടർ ആണ് എന്റെ ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത്. സിലിണ്ടർ ആണ് എന്റെ ഗോസിയൻ സർഫസ്. ഈ സിലിണ്ടറിന് 3 സർഫസ് ഉണ്ട് മൊത്തം. സിലിണ്ടർ ആണെങ്കിൽ ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്. സിലിണ്ടറിന് ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്, 2 എൻഡ് സർഫസും ഉണ്ട്. ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്, 2 എൻഡ് സർഫസും ഉണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് E and DS ന്റെ വാല്യൂ ഒക്കെ, E and DS ന്റെ ആംഗിൾ ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യണം. സോ ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടർ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ഷൻ ഇവിടുന്ന് അകന്നു പോകുന്ന ഡയറക്ഷനിലായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇവിടെ വരച്ചാലും this is direction of electric field intensity. ഇവിടെ വരച്ചാലും this is direction of electric field intensity. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്ത് എല്ലായിടത്തും 3 സർഫസ്, ഇവിടെ കർവ്ഡ് സർഫസ് ഉണ്ട്, 2 എൻഡ് സർഫസ് ഉണ്ട്. ഇത് കർവ്ഡ് സർഫസ്, ഇത് എൻഡ് സർഫസ് 1, ഇത് എൻഡ് സർഫസ് 2. എല്ലായിടത്തും ചെറിയ ചെറിയ ഏരിയ കൺസിഡർ ചെയ്യാൻ പോകുന്നു. ഇവിടെ ഒരു ഏരിയ കൺസിഡർ ചെയ്തു, സ്മോൾ ഏരിയ DS. P എന്ന പോയിന്റ് ഇവിടാണ്. ഓക്കെ, R ഡിസ്റ്റൻസ് അകലത്താണ് പോയിന്റ്. അപ്പൊ ഇവിടുന്ന് ഏരിയ വെക്ടർ വരച്ചു DS. ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നതാണ് ഏരിയ വെക്ടർ. എന്റെ സർഫസിൽ വരയ്ക്കാം, ഇവിടുന്ന് താഴോട്ടും ഇവിടുന്ന് മുകളിലോട്ടും. സോ ഇവിടെ ഒരു ഏരിയ കൺസിഡർ ചെയ്യുന്നു. ദിസ് ഇസ് DS. Here this is DS. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കർവ്ഡ് സർഫസിൽ തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആണ്. എന്റെ സർഫസിൽ രണ്ടിടത്തും തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയാണ്. ഇവിടെയും തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയാണ്. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. ദെൻ സ്റ്റെപ്പ് 2 പോവാണ്. സ്റ്റെപ്പ് 2 ഫൈൻഡിങ് the value of
closed integral E dot ds. For finding the value of flux, electric flux. Finding the value of closed integral E dot ds. ഇവിടെ closed integral E dot ds is equal to ഈ closed integralനെ closed surface ന്റെ കാര്യം നമ്മൾ പറഞ്ഞേക്കുന്നേ. എന്റെ closed surface ഒരു combination of surface ആണ്. ഒരു curved surface ഉണ്ട്, രണ്ട് end surface ഉണ്ട്. അപ്പോൾ ഈ closed integral നമ്മൾ ഞാൻ ഇങ്ങനെ അങ്ങ് മാറ്റിയാണ്. ഇന്റഗ്രൽ curved. പിന്നെ end surface 1 end surface 2. ഇതിന്റെ ലെങ്ത് ഒന്ന് ഓർത്ത് വെച്ചോണേ. ഇതിന്റെ ലെങ്ത് L ആണ് ലെങ്ത്. എന്റെ ഗോസിയൻ സർഫസ് R റേഡിയസ് ഉള്ള സിലിണ്ടർ ആണ്, അതിന്റെ ലെങ്ത് L ആണ്. അപ്പൊ അതുകൊണ്ട് ഓർത്ത് വെച്ചോണേ, L ലെങ്തും R റേഡിയസ് ഉള്ള ഒരു സിലിണ്ടർ ആണ് എന്റെ ഗോസിയൻ സർഫസ്. അപ്പൊ കർവ്ഡ് സർഫസ് പ്ലസ് പിന്നെ രണ്ട് എൻഡ് സർഫസ് ഉണ്ട്. അപ്പൊ കർവ്ഡ് സർഫസിൽ തീറ്റയുടെ വാല്യൂ അറിയാം 0, എൻഡ് സർഫസിൽ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആണ്. E ഡോട്ട് ds എന്ന് പറയുമ്പോൾ നമുക്കറിയാം E ds cos തീറ്റ. ഇവിടെയും E ds cos തീറ്റ, ഇവിടെയും E ds cos തീറ്റ. ഇനി ഓരോരുത്തർ വാല്യൂ അപ്ലൈ ചെയ്ത് നോക്കാം. ക്ലോസ് ഇന്റഗ്രൽ E ഡോട്ട് ds is equal to ഇന്റഗ്രൽ കർവ്ഡ് E ds, കർവ്ഡ് സർഫസിലെ തീറ്റയുടെ വാല്യൂ 0 ആണ്. സോ cos 0 പ്ലസ് എൻഡ് സർഫസ് E ds cos 90 ഡിഗ്രി ആണ്. പ്ലസ് അടുത്തടുത്ത് എൻഡ് സർഫസ് 2ലും E ds cos 90. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. കാര്യം cos 90യുടെ വാല്യൂ 0 ആണ്, cos 0യുടെ വാല്യൂ 1 ആണ്. അങ്ങനെയാണ് എന്തൊരു ഇക്വേഷൻ ക്ലോസ് ഇന്റഗ്രൽ E ഡോട്ട് ds is equal to ഇന്റഗ്രൽ കർവ്ഡ് E ds. ഈ എൻഡ് സർഫസിൽ ഏത് പോയിന്റ് നോക്കിയാലും ഈയുടെ വാല്യൂ സിമെട്രിക്കൽ ആണ്. നമ്മുടെ ഗോസിയൻ സർഫസിന്റെ ഒരു പ്രത്യേകത ഈയുടെ വാല്യൂ സിമെട്രിക്കൽ ആയിരിക്കും, തീറ്റയുടെ വാല്യൂ സിമെട്രിക്കൽ ആണ്. തീറ്റ എല്ലായിടത്തും 0 ആണ്. ഇവിടെ വരുമ്പോഴാണ് തീറ്റ 90 ഡിഗ്രി വരുന്നത്. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് സർഫസ് ആണ്. സോ കർവ്ഡ് E ds, ഇവിടെ cos 0യുടെ വാല്യൂ 1 ആണ്, അതുകൊണ്ട് cos 0 എടുത്ത് പോയത്. അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം ചെയ്യാം, ഈനെ പുറത്തെടുക്കാം. ഈനെ പുറത്തെടുത്ത് ഈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈനെ പുറത്തെടുത്തു E ഇൻറ്റു ഇന്റഗ്രൽ ds. E ഇൻറ്റു ഇന്റഗ്രൽ ds. ഇന്റഗ്രൽ ds എന്ന് പറഞ്ഞാൽ എന്താണ്? ds എന്ന് പറയുന്നത് ഈ ചെറിയ ഏരിയ ആണ്. ഇന്റഗ്രൽ ds എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കർവ്ഡ് സർഫസിന്റെ ഏരിയ. കർവ്ഡ് സർഫസിന്റെ ഏരിയ, ഒരു സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസിന്റെ ഏരിയ എന്താ? കർവ്ഡ് സർഫസിന്റെ ഏരിയ 2πr ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് 2πr, റേഡിയസ് ആണ് r, 2πr ഇൻറ്റു ഈ ഹൈറ്റ്, ദിസ് ഈസ് L ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2πrl എന്ന് എഴുതാൻ സാധിക്കും. അപ്പൊ എന്തെഴുതാം? C ഈക്വൽ ടു E ഇൻറ്റു ക്ലോസ് ഇന്റഗ്രൽ ds ന് പകരം 2πrl. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്, 2πrl. ക്ലോസ് ഇന്റഗ്രൽ ds ന് പകരം 2πrl എഴുതി. ഈ കോൺസ്റ്റന്റ് ആയിട്ട് ഈനെ പുറത്തെടുത്തു. ഇന്റഗ്രൽ ds, ഇന്റഗ്രൽ ds എന്ന് പറഞ്ഞാൽ കർവ്ഡ് സർഫസിന്റെ ടോട്ടൽ ഏരിയ ആണ്. സോ E ഇൻറ്റു 2πrl, 2πrl ആണ് ഏരിയ എന്ന് പറയുന്നത്. 2πr ഇൻറ്റു ലെങ്ത് 2πrl. സോ നമുക്ക് ക്ലോസ് ഇന്റഗ്രൽ E ഡോട്ട് ds ന്റെ വാല്യൂ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ക്ലോസ് ഇന്റഗ്രൽ E ഡോട്ട് ds is equal to E ഇൻറ്റു 2πrl. അപ്പോൾ സ്റ്റെപ്പ് 2 കഴിഞ്ഞു. Then സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 നമുക്കറിയാം ഫൈൻഡ് ടോട്ടൽ ചാർജ്. ഫൈൻഡിങ് ടോട്ടൽ ചാർജ്. ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ എളുപ്പം. ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ നമ്മുടെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ് പറഞ്ഞിട്ടുണ്ട്. ലാംഡയുടെ ഇക്വേഷൻ എന്താ? ലാംഡ is equal to q by l ആണ്. അപ്പൊ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു l. സോ ടോട്ടൽ ചാർജ് q is equal to ലാംഡ ഇൻറ്റു l. അപ്പൊ നമുക്ക് E ഡോട്ട് ds ന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് സ്റ്റെപ്പ് 2-ല്. ടോട്ടൽ ചാർജ് q ന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്? ഫോർത്ത് സ്റ്റെപ്പില് അപ്ലൈയിങ് ഗോസ് ലോ. അപ്ലൈയിങ് ഗോസ് ലോ. എന്താ ഗോസ് ലോ? ക്ലോസ് ഇന്റഗ്രൽ E ഡോട്ട് ds is equal to 1/epsilon 0 into total charge. ഈ രണ്ട് വാല്യൂ നമ്മുടെ കിടപ്പുണ്ട്. ഈ രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ക്ലോസ് ഇന്റഗ്രൽ E ഡോട്ട് ds ന്റെ വാല്യൂ E into 2πrl. So E into 2πrl is equal to 1/epsilon 0 into total charge. Total charge is lambda into L. ഇത് എല്ലും കട്ട് ചെയ്തു പോവും. ഈയുടെ വാല്യൂ E is equal to, ഇതങ്ങ് അപ്പുറത്ത് പോവേ, എല്ലും പോയി,
പിന്നെ ഒരു 2 പൈ ഉണ്ട്. ഈ 2 പൈ എപ്സിലോൺ 0 കൂടെ ചേർത്ത് എഴുതാം. അപ്പൊ 1/2 പൈ എപ്സിലോൺ 0. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു R ഉണ്ട്, താഴെ കൊണ്ട് R, ഇവിടെ ഒരു ലാംഡയുണ്ട്. സോ ലാംഡ ബൈ R. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ ഇവിടെ വ്യക്തമായി എഴുതാം. ലീനിയർ ചാർജ് ഡെൻസിറ്റി കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ ഇപ്പൊ നമുക്ക് കിട്ടിയത് E is equal to 1/2 പൈ എപ്സിലോൺ 0 ലാംഡ ബൈ R. ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഡയറക്ഷൻ പുറത്തേക്കായിരിക്കും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഡയറക്ഷൻ അകത്തേക്കായിരിക്കും. അപ്പൊ 4 സ്റ്റെപ്പ്, ഈ 4 സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ ചെയ്തത്. ഞാൻ ഒന്നുകൂടെ പറയാം. 4 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ ലാംഡ ആയിരുന്നു നമ്മുടെ ലീനിയർ ചാർജ് ഡെൻസിറ്റി. അതിനെ നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് കണ്ടെത്തേണ്ടത്. ഈ പി എന്ന് പറയുന്ന പോയിന്റ് R ഡിസ്റ്റൻസ് അകലത്തിലാണ്. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റ് ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ഗോസിയൻ സർഫസ് വരച്ചു. ആ ഗോസിയൻ സർഫസിൽ ഇക്കും ഡിഎസിനും ഇടയിലുള്ള ആംഗിൾ ഒക്കെ മാർക്ക് ചെയ്തു. സ്റ്റെപ്പ് 1 കഴിഞ്ഞു. സ്റ്റെപ്പ് 2 നമ്മൾ വാല്യൂ ഓഫ് ക്ലോസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡിഎസ് കണ്ടെത്തി. ഇ ഡോട്ട് ഡിഎസ് കണ്ടെത്തിയപ്പോൾ എന്റെ സർഫസ് 3 സർഫസിന്റെ കോമ്പിനേഷൻ ആണ്. ഒരു കർവ്ഡ് സർഫസും 2 എൻഡ് സർഫസും. അപ്പൊ കർവ്ഡ് സർഫസിലെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവിടെ ക്ലോസ്ഡ് ഇല്ലേ, പിന്നെ എൻഡ് സർഫസിലെയും ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ക്ലോസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡിഎസിന്റെ വാല്യൂ കിട്ടും E × 2 പൈ R. ദെൻ തേർഡ് സ്റ്റെപ്പിൽ ടോട്ടൽ ചാർജ് കണ്ടുപിടിച്ചു. ലാംഡയാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. എനിക്ക് ഗോസിയൻ സർഫസിനകത്തുള്ള ചാർജ് മാത്രം മതി. ഗോസിയൻ സർഫസിന്റെ ലെങ്ത് L മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ടോട്ടൽ ചാർജ് എത്രയാണെന്ന് വെച്ചാൽ ലാംഡ ലീനിയർ ചാർജ് ഡെൻസിറ്റി ഇൻറ്റു എത്രയാണ് ലെങ്ത് അത്. ലീനിയർ ചാർജ് ഡെൻസിറ്റി ഇൻറ്റു L ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ ചാർജ് കിട്ടും. ഇനി അതിന് നമ്മൾ ഗോസ് ലോയിലേക്ക് അപ്ലൈ ചെയ്തു. ഇത് 4th സ്റ്റെപ്പ് ആണ്. 4th സ്റ്റെപ്പായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും ഗോസ് ലോ അപ്ലൈ ചെയ്ത് എനിക്ക് ഇക്വേഷൻ കിട്ടി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി is equal to 1/2 പൈ എപ്സിലോൺ 0 ലാംഡ ബൈ R. ഇതാണ് ഗോസ് ലോ അനുസരിച്ച് നമ്മൾ ഒരു ലൈൻ ചാർജ് കാരണം ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്തുന്നത്.